രാവിലെ എണിച്ചിട്ട് ഇങ്ങനെ പേപ്പറും വായിച്ചുകൊണ്ടിരുന്നോളേട്ടാ. എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സഹായിച്ചു തന്നൂടെ? ഇത് എന്ത് കാര്യം? അത് വെള്ളം മര്യാദയ്ക്ക് വരുന്നില്ല. അര ടാങ്ക് വെള്ളം കിട്ടും. അതുകൊണ്ട് എന്താക്കാന്ന് പറഞ്ഞിട്ടാ? സുഖിതേച്ചിന്റെ വീട്ടിലെ മുഴുവനും വെള്ളം അവർക്ക് വേണ്ടത്രേ. അവിടെ ആള് കുറവല്ലേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ കിണറിലെ വെള്ളം അവർ ഇടയ്ക്ക് എടുക്കും അത്രേ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ നല്ല വെള്ളം വരുന്നതേ അവിടെ 10 ബക്കറ്റ് എടുത്തോളാൻ പറഞ്ഞ ചേച്ചി. ഒരു 10 ബക്കറ്റ് പോയിട്ട് വെള്ളം എടുത്തിട്ട് വരും സുഖാട്ടാ. വലിയ ബക്കറ്റ് അവിടെ നിറച്ച് വെച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ പിന്നെ പോയി എടുക്കാം. മിണ്ടാതിരിക്കടി. എന്താ ഈ പെരുവ്? രാവിലെ കുറച്ച് സമാനത്തിൽ പേപ്പർ വായിക്കാൻ സമ്മതിക്കില്ല. ഇതെവിടത്തുനിന്നായി? വേണ്ട, നിങ്ങൾ വെള്ളം എടുക്കാൻ പോകണ്ട, ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം. നിങ്ങളൊരു കാര്യം ചെയ്യും, അടുക്കളയിൽ കയറി അവിടെ ചട്നിയും ചമ്മന്തിയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി കഴിക്കും. എന്നിട്ട് പറയുന്നത് വനജയെ നാളേക്ക് ദോശയ്ക്ക് 2 ഉഴുന്നുവട കൂടി ഉണ്ടാക്കുമെന്ന്. എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ മനുഷ്യ? ഒന്നിനും കഴിയില്ല. അപ്പോഴേ പറഞ്ഞു എൻ്റെ അമ്മ, നിന്റെ ഭർത്താവിന് ഒന്നിനും ആവില്ല, നിന്റെ അടുത്ത് എല്ലാ പണിയെടുപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ്. മക്കൾ വളർന്നാലെങ്കിൽ ഒരു സമാധാനം കിട്ടും. ആറ്റുകൾ അതുപോലെ തന്നെ. അച്ഛനെ കണ്ടല്ലേ പഠിക്കുന്നത്? രണ്ടും കണക്കാ. അന്ന് ഒരു കാര്യം ചെയ്തോളിട്ടാ, കുളിക്കാനേ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുളിച്ചോളി. പുഴ പോലെ കുളിമുറി പോയ വെള്ളം ഒഴിക്കുന്നത് കാണുന്നത്. അത്ര വെള്ളമൊന്നും ഉപയോഗിക്കാനില്ല. വെള്ളം കഴിഞ്ഞു. ആ കിണറിലാണ് കലങ്ങിയ വെള്ളമാ. അപ്പുറത്ത് എന്താ പറയാ, അപ്പുറത്ത് കടല്, ഇപ്പുറത്ത് പുഴ, വീട്ടിലൊരു കിണർ. എന്നാൽ കുടിക്കാനൊട്ട് വെള്ളമില്ല, കുളിക്കാനും വെള്ളമില്ല, അലക്കാനും വെള്ളം ഒന്നുമില്ല. എത്ര വെള്ളം കൊണ്ട് എല്ലാം ചെയ്യണം. അത് 10 ബക്കറ്റ് വെള്ളം ഇട്ടു എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കുമോ? ഞാൻ പറഞ്ഞ തന്നെ പറയട്ടെ, ദേഷ്യം വരുന്നു എനിക്ക്. ഇങ്ങനെയുണ്ടോ ഒരാണുങ്ങള്? വെള്ളമുണ്ടോ? ഇതാണ് രാവിലെ വെള്ളം വന്നത്, കാണുന്ന പോലുമില്ല. അര ടാങ്ക് വെള്ളം കൊണ്ട്. ഇതുകൊണ്ട് എന്തെങ്ങനെ ചെയ്യും? മോട്ടർ മേലേക്ക് ഒറ്റ പ്രാവശ്യം അടിക്കുമ്പോഴേക്കും അങ്ങ് വെള്ളം കഴിഞ്ഞു. ഓ, കിണറിലെ വെള്ളത്തിന്റെ അവസ്ഥ തന്നെ പറയാതിരിക്കുന്ന നല്ലത്. മഞ്ഞ കളറിലങ്ങ് കിടക്കുന്നു, കലങ്ങി മറിഞ്ഞ് അവിടെ കിടക്കുന്നു. ഇത് കുളിക്കാനോ കുടിക്കാനോ എന്തിനെങ്കിലും എടുക്കാൻ പറ്റുമോ? ഞാൻ എന്താ ചെയ്യാ ഇപ്പൊ വെള്ളത്തിന്? വെള്ളം നിന്നെന്തോ ഇങ്ങോട്ടാണ് പേപ്പർ മരിച്ചുകൊണ്ട്. കിണറിലേക്ക് ഒന്ന് നോക്കുക. ഇവിടെ വെള്ളം നിന്ന് പോയോന്ന് എന്താ ആർക്കറിയാ? അമ്മേ, ഓ അമ്മേ, എനിക്ക് കുറച്ച് വെള്ളം വേണം. എടുക്കട്ടെ? നിങ്ങൾ എടുത്തോളി. വെള്ളത്തിന്റെ കാര്യമല്ല, നിങ്ങൾ എടുത്തോളി. അമ്മനെ എടുക്ക. നീ എടുത്ത മോളെ, വെള്ളം എല്ലാവർക്കും വേണ്ടിയതല്ലേ, എല്ലാരും കുടിക്കട്ടെ. നിങ്ങൾ എടുത്തോളി. അങ്ങി എങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകും മോളെ? ഏട്ടൻ കുട്ടി വന്നൂടെ? എനിക്ക് തൂക്കാൻ പറ്റില്ല. ഏട്ടനൊന്നും വരില്ല അമ്മേ, പേപ്പറും വെച്ച് അവിടെ ഇരിക്കുക. എത്ര നേരം കൊണ്ട് ഞാൻ പറയുന്നു, ആളവിടെ ഒന്നും ചെയ്യില്ല. കുളിക്കാനാണെങ്കിൽ ചോദിക്കും 3-4 ബക്കറ്റ് വെള്ളം അങ്ങ് വേണം. ആ പൈപ്പ് അങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാലേ പുഴ പോലെ വെള്ളം പോകുന്നത് കാണാം കുളിമുറിയിൽ. അത്രയും വെള്ളം വേണം കുളിക്കാൻ. 2 ബക്കറ്റ് വെള്ളം വന്ന് എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ട് മൂപ്പരണിക്കുന്നില്ല അവിടുന്ന്. എന്തെല്ലാം ചെയ്യണം വീട്ടിൽ രാവിലെ വേണ്ടിട്ട്? രാവിലത്തെ കാര്യം വെച്ചാലേ വെള്ളം കിട്ടാണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ? വേറൊരു കാര്യം പോലെയല്ലേ വെള്ളം? അതാണ്, വെള്ളത്തിന് വെള്ളം വേണ്ടേ? അറിയാൻ പാടാ. ഒറ്റയ്ക്ക് പൈപ്പ് അങ്ങോട്ട് എത്തിയതാണെങ്കിൽ സുഖമായി. അമ്മ പൈപ്പ് ഒന്ന് കുറച്ച് വെച്ചാൽ ഞാൻ വെള്ളം കൊണ്ടുവച്ചിട്ട് വരേ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കണ്ടില്ലേ, എന്നെ കാണുമ്പോഴേക്കും ഓടുക, അല്ലാതെ ഒന്ന് ബക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് പോകുകയല്ല. മനുഷ്യനെ നടുവ് ഒടിഞ്ഞു പോകുന്നു. ഇനിയാവില്ല, മതി. ഓ, ഇതെന്താ ഒരു കോലം? അത് ഇവിടെ മേലക്കാരിലല്ലേ?
മക്കൾ 2 ദിവസം കഴിഞ്ഞ് വരില്ലേ? അടിക്കൽ തുടക്കൊന്നുമില്ല ഇവിടെ. വണ്ടേ വണ്ടേ മത്തി അല്ലാതെ മൂപ്പൻ്റെ അടുത്ത് വേറെ ഒരു മീനും ഇല്ല. പിന്നെ 50 രൂപയ്ക്ക് മേടിച്ചുള്ളൂ, മതി. അല്ലടി, നീ മേലെ അടിക്കലും തുടക്കലൊന്നുമില്ല? അല്ല, നിങ്ങളല്ലേ മേലെ വെറുതെ പിന്നെ കയറി കൊണ്ട് പോകുന്നത്? ഇത്രയും നേരം വെറുതെ ഇരുന്നതല്ലേ? രാവിലെ എണിച്ച് മേലെ അടിച്ചു തുടക്കി, താഴെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. മേലത്തെ പണി നിങ്ങൾ ചെയ്തപ്പോ എന്തെങ്കിലും സംഭവിക്കുവോ? അല്ലടി, എല്ലാ വീട്ടിലും ആണുങ്ങൾ അടിച്ചു തുടക്കുന്നത് ഓരോ നിയമം കൊണ്ടുവരും. രാവിലെ എണിച്ച് വെള്ളം എടുക്കാൻ പറയുന്നു, ഇതപ്പോ അടിച്ചു തുടക്കാൻ പറയുന്നു. വീട്ടിലെ പണി മുഴുവനും പെണ്ണുങ്ങളാണ് ചെയ്യണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? വെറുതെ അല്ല, പെട്ടെന്ന് കാലുവേദനയും കൈവേദനയൊക്കെ വന്നിട്ട് പെണ്ണുങ്ങൾ നിരയൊക്കെ. ആണുങ്ങൾ സുഖമായിട്ട് വിലസിയിട്ട് ടൂർ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. നിനക്ക് കാല് സുഖമില്ലല്ലോ, നിനക്ക് വരാൻ പറ്റില്ല. എവിടെ പോകുമ്പോഴും കൂട്ടിയിട്ടും പോവില്ല. ഞാൻ പോവാട്ടോ, 2 മണിക്ക് വരും ഭക്ഷണം കഴിക്കാൻ. നിങ്ങൾ 2 മണിക്ക് വരണമെന്നില്ല, 4 മണിക്കോ 5 മണിക്കോ വന്നാൽ മതി. പക്ഷെ 2 കയ്യും കാലേ ഉള്ളൂ. ഇനി ഒരു ലോഡ് തുണിയുണ്ട് അലക്കാൻ കിടക്കുന്നു. പണിക്ക് പോയൊരു പണിയും ചെയ്ത് കൂലിയുമായിട്ട് വരുന്ന സമയമായി. ഇവിടെ ചത്തുകുത്തി രാവിലെ തുടങ്ങി രാത്രി വരെ പണി തന്നെ. 5 പൈസ തരൂല്ല. ആ കറക്റ്റ് മീൻ വാങ്ങാനുള്ള പൈസ തരും. ഓ, ഇതാണെങ്കിൽ കൊട്ടത്തേങ്ങി. ഇനിയിപ്പോ എങ്ങനെ അരക്കുക? ചുരണ്ടാനും വഴിയില്ല. വനജേ, വനജേ, ആരാ? എന്താ ലതികേ? ഇരിക്കി. പിന്നെ നമ്മളിന്ന് വൈകുന്നേരം 5 മണിക്കാണ് കേട്ടോ ഗുരുവായൂരിലേക്ക് പോകുന്നത്. ആര്? എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? രേഷ്മ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളത്. നീ മെസ്സേജ് നോക്കിയിട്ടുണ്ടാവില്ല, അതാ. അയ്യോ, എനിക്ക് വരണമെന്നുണ്ടോ. തോന്നിയില്ല എനിക്ക് വരാൻ പറ്റുന്നു. നിങ്ങൾ 5 മണിക്കല്ലേ പോകുന്നത്? നാളെ എപ്പോഴാണ് വരിക? ശരി, അപ്പോൾ ഒരു ദിവസത്തെ പരിപാടി അല്ലേ? പൈസയോ? 3000 രൂപ. എൻ്റെ അടുത്ത് പൈസയൊന്നും ഇല്ലടോ. വിശ്വാസനാണെങ്കിൽ പോയി 2 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞു. മൂപ്പൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയുന്നതല്ലേ. അറുപ്പിശുക്കനാ. 1 രൂപ മര്യാദയ്ക്ക് തരില്ല. ആകപ്പാട് തരുക മീൻ വാങ്ങേണ്ട പൈസ. നീ എന്താ ഇങ്ങനെ എവിടെ വിളിച്ചാലും വരില്ല വരില്ല പറയുന്നത്? എപ്പോൾ പോകുമ്പോഴും വരില്ല. ഇതിപ്പം ഗുരുവായൂർ ഇത്രയും അടുത്ത് തന്നെയല്ലേ, ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചാൽ അതും വരില്ല. അത്രേ നല്ല ആളാ. നിനക്ക് അത്രയ്ക്കും പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ നിനക്ക് 2 ആൺകുട്ടികളല്ലേ ഉള്ളത്. 2 ആൺകുട്ടി 2000 വെച്ച് അങ്ങ് വാങ്ങിക്കേ. അപ്പൊ പൈസയായില്ലേ. മക്കള്, അവരുടെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത്. അങ്ങനെ നല്ലവർക്കല്ലേ നല്ല മക്കള് കിട്ടുള്ളൂ. കഷ്ടപ്പെടുന്നവർക്ക് എന്നും കഷ്ടമാണോ. എൻ്റെ അമ്മായിമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിനെ കൊണ്ട് എന്നും ഒരു മനസ്സമുട്ടില്ല. എനിക്ക് മര്യാദയ്ക്ക് ഞാൻ സന്തോഷം ജീവിച്ചിട്ട് കണ്ടില്ല. നീ അതൊന്നും പേടിക്കണ്ട. മക്കൾ 2 വളരുന്നില്ലേ, അവര് വളർന്ന് എനിക്ക് കാലിന്റെ മേലെ കാലൂട്ടിരിക്കുക. അത്ര സുഖമായിരിക്കുന്നു എനിക്ക്. 2 ആൾക്ക് ഓരോ പെണ്ണും കൊണ്ടുവന്ന എന്ത് സുഖത്തിൽ എനിക്ക് ഇരിക്കുക എന്ന് പറഞ്ഞ എൻ്റെ അമ്മായിമ്മയോട്ട് പോകുകയും ചെയ്തു. 2 മക്കൾക്ക് കല്യാണവും കഴിഞ്ഞു. ഇതപ്പോ ഞാൻ കാലിന്റെ മേലെ കാലൂട്ടാനുള്ള പെരിക്കല്. 2 പെണ്ണിനെയും കൊണ്ട് 2 വഴിക്ക് പോകുകയും ചെയ്തു. ഇപ്പൊ പണ്ടത്തെ പോലെ ഞാൻ ഒറ്റയ്ക്കായി. അന്നെങ്കിലും അമ്മായിമ്മനെ കൂട്ടുണ്ടായിരുന്നു, ഇപ്പൊ അമ്മായിയമ്മയില്ല. ഈ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് മിണ്ടാതങ്ങിരിക്കുക തന്നെ. ഇപ്പൊ എന്നിട്ട് മൂപ്പര് പോകുമ്പോൾ പറഞ്ഞിട്ട് പോയതാ. 2 ദിവസം കഴിഞ്ഞ് പിള്ളേരാരോ വരുന്ന വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത്രേ. 2 ദിവസം കഴിഞ്ഞ മക്കള് വരും മേലെയൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി പറഞ്ഞിട്ട് പോയതാ. ഒരു സെക്കൻഡ് ഇരിക്കാൻ ഒരു ഒഴിവില്ല. വെള്ളം ഇല്ലാണ്ട് എന്തുമാത്രം കഷ്ടപ്പെടണടോ. ഇപ്പൊ ഇത്രയും നേരം അവിടുന്ന് സുഖചേച്ചിന്റെ അവിടുന്ന് വെള്ളം കൊണ്ട് വന്നിരിക്കുന്നത്. നിനക്ക് വെള്ളം മര്യാദ കിട്ടലുണ്ടോ? എവിടെ നടോ? ഇവിടെ നിനക്ക് വരുന്ന വെള്ളം തന്നെയല്ലേ എനിക്കും വരുന്നത്. ആ വരുന്ന വെള്ളം കുടിക്കാനെടുക്കാം. ബാക്കി എന്താ ശിവാനന്ദന്റെ കിണറിൽ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ആ വെള്ളം മൂപ്പര് രാവിലെ എണിച്ച് കുറേ ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്റെ എല്ലാ പാത്രങ്ങളും ചെറിയ ടാങ്കിന്റെ അതെല്ലാം നിറച്ച് വെച്ചിട്ട് പോയി. അതിപ്പോ അലക്കാനോ പാത്രം കഴുകാനോ എല്ലാത്തിനും അതെടുക്കാലോ. കുടിക്കാൻ മാത്രം നല്ല വെള്ളം എടുത്താൽ പോരെ, കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും. അങ്ങനെയപ്പോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ പോയിക്കോട്ടെ. നമ്മൾ 5-6 ആളും കൂടി പോകുമല്ലേ, ഞങ്ങൾ എല്ലാവരും 500 വെച്ച് എടുക്കാം. എപ്പോഴും ഒരു പ്രാവശ്യം പോയിട്ട് വന്നതല്ലേ. നീ എവിടെ വിളിക്കണം വരില്ല പറയും. ഈ വീട്ടിലെ പണി ചെയ്ത് ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വേണ്ട, നിങ്ങളെല്ലാവരും കൂടി പൈസ വിരിച്ചിട്ടൊന്നും പോകണ്ട. ഞാൻ ചോദിച്ചു നോക്കട്ടെ മൂപ്പരോട്. ഇതിൽ സമ്മതിച്ചാലല്ലേ വരാൻ പറ്റൂ. ഞാൻ ചോദിച്ചിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വരാം കേട്ടോ.
എന്തായാലും നീ വരാൻ നോക്ക് വനജെ. എന്റെ സുഖമായിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഞാൻ പറയാം മൂപ്പരോട് വന്നിട്ട് പിന്നെ വനജയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഗുരുവാലിക്ക് പോകാൻ പൈസ കൊടുക്കുന്നുള്ളത്. നിങ്ങൾ ആരെയും ചോദിച്ചു കഴിഞ്ഞാലേ ഞാൻ പറയിപ്പിച്ചതാണ് പറയും. അതിനുള്ള ഇട വരുത്തണ്ട. എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല. എന്റെ അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ല. എനിക്ക് മതിയായി. നിങ്ങൾ പോയിട്ട് വരെ സമാധാനത്തില്. ഞാനവിടെ വന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല. തിരക്കിട്ട് ഇവിടെ വന്നാലോ മൂപ്പര് സ്വഭാവം പറയുന്നില്ല. കറക്റ്റ് സമയത്തിന് ഭക്ഷണം ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടില്ലെങ്കിൽ അതിന് വേറെ കേൾക്കണം. നമ്മളൊക്കെ ഇനി ആർക്ക് വേണ്ടിയിട്ടോ ജീവിക്കുന്നത്? ഇത്രയും കാലം വരെ മക്കൾക്കായി. ഇപ്പൊ അവരുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് അവർക്കൊക്കെ അവരുടെ ഒരു പാടായി. ഇനിയും നമ്മൾക്ക് എവിടെയും പുറത്തു പോകാൻ പറ്റില്ല, വരാനും പറ്റില്ല. ഇനി അവരോട് ചോദിക്കട്ടെ, ഇവരോട് ചോദിക്കട്ടെ. ചോദിക്കേണ്ടതൊക്കെ ആവശ്യമാണ് കേട്ടോ ഭർത്താവിന്റെ അടുത്ത്. എന്നിട്ട് ഞങ്ങളൊക്കെ പോകുന്നുണ്ട്, ഞാൻ പോകണം നീ പറയും. മതി വീട്ടിൽ അടിമയായിട്ട് ഇങ്ങനെ നടക്കണ്ടേ ഇനി ഒരു പാവമായിട്ട്. മക്കൾ രണ്ടിനും കല്യാണം അവർ രണ്ടാളുടെ പാട് നോക്കി പോയി അവർ സുഖമായിട്ട് ജീവിക്കുന്നു. നീ ഇങ്ങനെ സുഖമായിട്ട് എന്തെങ്കിലും പറഞ്ഞത് കേട്ട് അവരുടെ പണിയും ചെയ്ത് കൊടുത്ത് അയ്യോ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അയ്യോ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, സുഖമായിട്ടും സമ്മതിക്കില്ല, സുഖമായിട്ടും സമ്മതിക്കില്ല. എന്ത് ജീവിതം അത്? ഞങ്ങൾക്ക് എവിടെയെല്ലാം പോയിട്ട് വന്ന് നോക്ക്. പിന്നെ ഞാൻ പോകട്ടെ കേട്ടോ. ഭക്ഷണം എല്ലാം ആയി. ഇനിയിപ്പോ ഡ്രസ്സൊക്കെ മടക്കി വെക്കട്ടെ. പിന്നെ നീ എന്തായാലും വരണേ. പൈസ തന്നില്ലെങ്കിൽ പോയിക്കോട്ടെ, ഞങ്ങൾ എല്ലാവരും ഇല്ലേ കേട്ടോ. ഉറപ്പായിട്ടും വരണം. ശരിയോടോ. ശരി എന്നാ എന്തായാലും വിളിക്ക്, വരണം നീ. എന്തായാലും ഞാൻ വരികയാണെന്ന് വെച്ചാൽ വിളിച്ച് പറയട്ടോ. ഞാൻ വന്ന് ചോദിക്കട്ടെ. ശരി എന്നാ. അടുപ്പിലെ കരിഞ്ഞു പോയോ എന്താ? വഞ്ചേ വഞ്ചേ ഞാനിവിടെ ഉണ്ട്, അടിച്ചു വരാ. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ അടിച്ചു വാരേ. ഞാൻ അത്ര നേരം തുണി അലക്കിയതായിരുന്നു, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. നിങ്ങൾ പോകുമ്പോൾ പറഞ്ഞിട്ടില്ല ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരേ, എന്നൊക്കെ അടിച്ചു വരട്ടെന്ന് വന്നതാ. രശ്മി രാജേ, എന്റെ വണ്ടി അടുത്ത് പറയാൻ ഞങ്ങൾ ഗുരുവായൂർക്ക് പോകണം, നിന്നെയും പെട്ടെന്ന്. നീ ഇത് ഗുരുവായൂർ പോകണ്ടോ? അത് അവരിവിടെ വന്ന് പറഞ്ഞതാ. അവർ ഗുരുവായൂരിലേക്ക് പോവുകയാണ്, നീ വരുന്നവർ എൻ്റെ അടുത്ത് ചോദിച്ചു. എവിടേക്കും എന്നെ വിടില്ലല്ലോ. എല്ലാ സ്ഥലത്തും എത്ര സ്ഥലങ്ങളിൽ അവർ പോയിരിക്കുന്ന അറിയോ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ചോദിച്ചിട്ട് പറയാന്നുള്ളത്. അവര് പോണ സ്ഥലത്തൊക്കെ നിനക്ക് പോകാൻ പറ്റുമോ? ആരും പറ്റില്ലേ? അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും വരാൻ പറ്റില്ല, എന്നെ സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പൊ വെറുതെ അല്ല പെണ്ണുങ്ങളെ തടുത്തല്ലേ? എന്നെ കുറ്റമുണ്ടാക്കി ഇപ്പൊ ഞാൻ പോകണ്ട പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ എന്തിനാ നിങ്ങളുടെ അടവും പണി ചെയ്ത് ഇങ്ങനെ തന്നെ ജീവിക്കുന്നത്? ഈ ചുമരുകളുടെ ഉള്ളിൽ കടന്ന് മതിയായി നേറിയിട്ട്. ഒരാളോട് ഒരു കാര്യം പറയാനോ ഒരു സങ്കടം പറയാനോ ഒന്നിനും ഒരാളില്ല എനിക്ക്. എങ്ങോട്ടും വിടൂല്ല. പെണ്ണുങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുന്നു. ഞാൻ ഇങ്ങോട്ടത്ത് പറഞ്ഞോ പോകണം എന്നുള്ളത്? ഇല്ലല്ലോ, ഞാൻ പോകുന്നില്ല. പുത്താടക്ക് ചോറ് തരാം. ചോറ് കഴിഞ്ഞിട്ട് രാത്രിക്കുള്ള ചായക്കോ പിന്നെ രാത്രിക്ക് നിങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ വേണ്ട, അതൊക്കെ ഉണ്ടാക്കട്ടെ. അതൊക്കെ പിന്നെ ആരുണ്ടാക്കാനോ ഞാൻ പോയി കഴിഞ്ഞ. നീ ഒരു കാര്യം ചെയ്ത് നീ അടിക്കാൻ കൊടുക്കാൻ നിൽക്കണ്ട, നീ വെക്കോ. ഞാൻ ഭക്ഷണമായി വൈകുന്നേരത്ത് പുറത്തുനിന്ന് കഴിക്കാം, അത് നല്ലത്. പിന്നെ പൈസ വേണ്ടേ? നിന്റെ പൈസ ഉണ്ടോ? പൈസ വേണ്ടേ? എന്നാ 5000 ഉറുപ്പിക ഉണ്ട്. ആവശ്യത്തിന് മാത്രം എടുക്കുക, ബാക്കി കൊണ്ടുവരിക. ഓരോരോ ചെലവുണ്ടാക്കാൻ മെനക്കെട്ട് നടക്കുകയാണ്. ലതികെ, നിങ്ങളവിടെ തടുത്തൂല്ലേ? എൻ്റെ അടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞടോ. 5000 രൂപയും തന്നു. പിന്നെ നിങ്ങൾ 4:30 ആകുമ്പോഴേക്കും റെഡി ആയി നിന്നോ, ഞാൻ അവിടെ എത്താം. ശരി ആയിക്കോട്ടെ. പെണ്ണുങ്ങൾ വിചാരിച്ച് നടക്കാത്ത ഒന്നുമില്ല അല്ലേ? നമ്മളിങ്ങനെ അയ്യോ 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 എന്ന് പറഞ്ഞിരുന്ന ഇരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ.